നിത്യതയോളം ഞങ്ങളെ കരം പിടിച്ച് നടത്താമെന്ന് വാക്ക് പറഞ്ഞ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, അനുഗ്രഹീതമായ നല്ല പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ആയുസ്സിൽ ഒരു പ്രാവശ്യം കൂടെ അങ്ങേ ആരാധിപ്പാൻ അവിടുന്ന് പുതിയൊരു പ്രഭാതം ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം. ഈ കർത്തൃ ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് അങ്ങേ ആരാധിപ്പാൻ ഒരുങ്ങുന്ന ഞങ്ങളെല്ലാവരെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടിയവരുടെ മധ്യേ സന്നിധാനം ചെയ്യാമെന്ന് വാക്ക് പറഞ്ഞ കർത്താവ്, അവിടുത്തെ സാന്നിധ്യം കൊണ്ട് ചാരത്തും ദൂരത്തും ഭവനങ്ങളിലൊക്കെ ഇരുന്ന് ആരാധിക്കുന്ന എല്ലാവരുടെ മേലും അവിടുത്തെ സാന്നിധ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ആരാധന ആദ്യോടം തിരു സാന്നിധ്യ മഹത്വത്തിനായി ഉതകുന്നതായി തീരുവാൻ നിങ്ങൾ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന മക്കൾക്കായിട്ട് സ്തോത്രം. ആരാധനയുടെ വിവിധ ഭാഗങ്ങൾക്ക് പങ്കാളിത്തം വഹിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെ മേലും ദൈവകൃപ പകരണം കർത്താവേ. ഇന്നത്തെ ആരാധന സുഗ്രാഹ്യമായ യാഗമായി സ്വീകരിച്ച് അനുഗ്രഹിച്ച് ആശീർവദിച്ചു എല്ലാവരെയും പറഞ്ഞയക്കണം. സകലവും ഞങ്ങൾക്കൊണ്ട് ജീവൻ വെച്ച യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ ദയതൊന്ന് കേൾക്കണം പിതാവേ. ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് ആയിരിക്കാനും ദൈവത്തെ ആരാധിക്കുവാനും ലഭിക്കുന്ന ഈ വലിയ സാവകാശത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നാം ആയിരിക്കുന്ന ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവത്തെ ആരാധിക്കുവാനും ദൈവവചനം ധ്യാനിക്കുവാനും നമുക്ക് സമയം കണ്ടെത്താം. നമുക്കെല്ലാവർക്കും ഈ വിശുദ്ധ ആരാധനയിൽ പങ്കെടുക്കുവാനായിട്ട് ദൈവം നമ്മളെ ശക്തീകരിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. എല്ലാവരെയും ഈ വിശുദ്ധ ആരാധനയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ആരാധനയുടെ ആരംഭമായി നമുക്കെല്ലാവർക്കും ചേർന്ന് ജ്ഞാനകീർത്തനങ്ങളിൽ 20-ാമത്തെ കീർത്തനം നമുക്ക് ചേർന്ന് പാടാം. ജ്ഞാനകീർത്തനങ്ങൾ 20-ാമത്തെ കീർത്തനം, കറസ്പോണ്ടിങ് ഇംഗ്ലീഷ് ഹിം 157. എല്ലാരും യേശുനാമത്തെ എന്നേക്കും വാഴ്ത്തിടീൻ, എന്നേക്കും വാഴ്ത്തിടീൻ. മന്നാനായി വാഴിപ്പിടുതാർ നമ്മെ സാക്ഷികൾ സാക്ഷികൾ പുകഴ്ത്തിശായി മോളായെ നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവമാത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ അതിരങ്ങളെ തുറക്കണമേ. ഞങ്ങളുടെ വായ് നിന്റെ സ്തുതിയെ വർണ്ണിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആദിയെങ്കിലും ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. തൃത്വത്തിന് സ്തുതി. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വമുണ്ടാകട്ടെ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു.
പരിശുദ്ധനാകുന്നു. സർവശക്തനേ നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, കൃപ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ ആരാധനയും സ്തോത്രവും തിരുമുമ്പാകെ അർപ്പിക്കുന്നതിനായി ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ പരമാർത്ഥമായി ഏറ്റുപറയുന്നതിനും മറ്റുള്ളവർക്കും ഞങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ പരിശുദ്ധ വചനം ശ്രദ്ധയോടെ കേൾക്കുന്നതിനാൽ ഞങ്ങൾ നിന്റെ നാമത്തെ അറിയുകയും നിന്റെ കൃപാവനങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ തെളിയിച്ച് കാണിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മളില്ലാതെയായി നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. നമുക്ക് അതുകൊണ്ട് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മെ തന്നെ ശോധന ചെയ്യാം. നമുക്ക് നമ്മുടെ പാപങ്ങളെ സർവശക്തനായ ദൈവത്തോട് വിനയമായി ഏറ്റുപറയാം. താഴെയുള്ള പ്രാർത്ഥനകളിൽ ഒന്നാമത്തെ പ്രാർത്ഥന നമുക്കതിനായിട്ട് ഉപയോഗിക്കാം. സർവശക്തിയും മഹാകരുണാവേ, ഞങ്ങൾ നിന്റെ വഴിയിൽ നിന്ന് ചിന്തിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സ്വന്തങ്ങളെ വിചാരങ്ങളെയും മോഹങ്ങളെയും ഞങ്ങൾ ഏറ്റനുസരിക്കുന്നു. ഞങ്ങൾ നിന്റെ വിശുദ്ധ കൽപ്പനകളെ ലംഘിച്ചിരിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെ ചെയ്യാതെ വിട്ട് ചെയ്യാത്ത കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. ഞങ്ങളിൽ സൗഖ്യമില്ല. അരിഷ്ടന്മാരായ കുറ്റക്കാരായ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ദൈവമേ, തങ്ങളുടെ പിഴവേറ്റവരെ ക്ഷമിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നീ മനുഷ്യവർഗത്തോടെ അറിയിച്ചിരിക്കുന്ന വാഗ്ദത്തപ്രകാരം അനുഭവിക്കുന്നവരെ കൈക്കൊള്ളണമേ. മഹാകരുണയുള്ള കർത്താവേ, നിന്റെ പരിശുദ്ധനാമത്തിന്റെ മഹത്വത്തിനായിട്ട് ഞങ്ങളിൽ മേൽ ഭക്തിയോടും നീതിയോടും സുബോധത്തോടും നടക്കേണ്ടതിന് ക്രിസ്തു നിമിത്തം കൃപ ചെയ്യണമേ. കരുണയുള്ള കർത്താവേ, നിന്റെ വിശ്വാസമുള്ള ജനങ്ങൾ തങ്ങളുടെ സകല പാപങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കപ്പെട്ട് ശാന്തമനസ്സോട് നിന്നെ സേവിക്കുവാൻ അവർക്ക് പാപമോചനവും സമാധാനവും നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു.
കർത്താവിനെ സ്തുതിക്കുവിൻ. ഇപ്പോൾ ഇന്നത്തേക്കുള്ള വേദഭാഗങ്ങൾ വായിച്ച് കേൾക്കാം. പഴയ നിയമ വേദഭാഗം. പഴയ നിയമ വേദഭാഗം. ഇന്നത്തെ ഈ വിശുദ്ധ ആരാധനയിലേക്ക് നിശ്ചയിച്ചിരിക്കുന്ന പഴയ നിയമ വേദഭാഗം പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 26 മുതൽ 31 വരെ എഴുതപ്പെട്ട ദൈവത്തിൻ്റെ തിരുവചനങ്ങളെ ശ്രദ്ധിപ്പീൻ. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 26 മുതൽ 31 വരെ എഴുതപ്പെട്ട ദൈവത്തിൻ്റെ തിരുവചനങ്ങൾ. അപ്പോൾ യഹോവ മോശയോട്, വെള്ളം മിസ്രയീമ്യരുടെ മേലും അവരുടെ രഥങ്ങളുടെ മേലും കുതിരപ്പടയുടെ മേലും മടങ്ങി വരേണ്ടതിന് കടലിൽ മേൽ കൈനീട്ടുക എന്ന് കൽപ്പിച്ചു. മോശ കടലിൽ മേൽ കൈനീട്ടി. പുലർച്ചയ്ക്ക് കടൽ അതിൻ്റെ സ്ഥിതിയിലേക്ക് മടങ്ങി വന്നു. മിസ്രയീമ്യർ അതിന് എതിരായി ഓടി. യഹോവ മിസ്രയീമ്യരെ കടലിൻ്റെ നടുവിൽ തള്ളിയിട്ടു. വെള്ളം മടങ്ങി വന്ന് അവരുടെ പിന്നാലെ കടലിലേക്ക് ചെന്നിരുന്ന രഥങ്ങളെയും കുതിരപ്പടയെയും ഫറവോൻ്റെ സൈന്യത്തെയും എല്ലാം മുക്കിക്കളഞ്ഞു. അവരിൽ ഒരുത്തൻ പോലും ശേഷിച്ചില്ല. ഇസ്രായേൽ മക്കൾ കടലിൻ്റെ നടുവെ ഉണങ്ങിയ നിലത്തുകൂടി കടന്നുപോയി. വെള്ളം അവരുടെ ഇടത്തും വലത്തും മതിലായി നിന്നു. ഇങ്ങനെ യഹോവ ആ ദിവസം ഇസ്രായേലിനെ മിസ്രയീമ്യരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു. മിസ്രയീമ്യർ കടൽക്കരയിൽ ചത്തടിഞ്ഞ് കിടക്കുന്നത് ഇസ്രായേലിയർ കാണുകയും ചെയ്തു. യഹോവ മിസ്രയീമ്യരിൽ ചെയ്ത ഈ മഹാപ്രവൃത്തി ഇസ്രായേലിൽ കണ്ടു. ജനം യഹോവയെ ഭയപ്പെട്ട് യഹോവയിലും അവൻ്റെ ദാസനായ മോശയിലും വിശ്വസിച്ചു. നാം വായിച്ചു കേട്ടത് ഇന്നത്തേക്കുള്ള പഴയ നിയമ വേദഭാഗം. ഇന്നത്തേക്കുള്ള പ്രത്യേക സങ്കീർത്തനം ഈ സമയത്ത് നമുക്ക് വാക്യം പ്രതി വാക്യമായി വായിക്കാം. സങ്കീർത്തനം 32-ാം സങ്കീർത്തനം. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. ഞാൻ മിണ്ടാതിരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി. രാവും പകലും നിന്റെ കൈയിന്റെ മേൽ ഭാരമായിരുന്നു. ഞാൻ എൻ്റെ പാപം നിന്നോട് അറിയിച്ചു, എൻ്റെ അകൃത്യം മറച്ചതുമില്ല. എൻ്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു. ഇത് നിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താത്ത കാലത്ത് പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് അവന്റെ അടുക്കലോളം എത്തുകയില്ല. നീ എനിക്ക് മറവിടമാകുന്നു. നീ എന്നെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിച്ചും രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊള്ളും. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ട വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരയെയും കോവർ കഴുതയെയും പോലെ ആകരുത്. അവയുടെ സമയങ്ങളായ കടിഞ്ഞാണും മുഖപ്പട്ടയും കൊണ്ട് അവയെ അടക്കി വരുന്നു, അല്ലെങ്കിൽ അവ നിനക്ക് സ്വാധീനമാകില്ല. ദുഷ്ടന് വളരെ വേദനകളുണ്ട്. യഹോവയെ ആശ്രയിക്കുന്നവരോ ദയ ചുറ്റിക്കൊള്ളും. നീതിമാന്മാരെ യഹോവയിൽ സന്തോഷിച്ചാനന്ദിപ്പിൻ. ഹൃദയപരമാർത്ഥികൾ എല്ലാവരുമായുള്ളവരെ സന്തോഷിച്ച് ഘോഷിച്ചുല്ലസിപ്പിൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ആദിയിലും എപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ഇന്നത്തേക്കുള്ള ലേഖന വേദഭാഗം ഇപ്പോൾ വായിച്ചു കേൾക്കാം. അപ്പോസ്തലനായ പൗലോസ് തീത്തോസിന് എഴുതിയ ലേഖനം 3-ാം അധ്യായം 3 മുതൽ 8 വരെ. 3-ാം അധ്യായം 3 മുതൽ 8 വരെ. മുമ്പേ നാമും ബുദ്ധികെട്ടവരും അനുസരണമില്ലാത്തവരും വഴിതെറ്റി നടക്കുന്നവരും നാനാമോഹങ്ങൾക്കും ഭോഗങ്ങൾക്കും അധീനതരും
ഈർഷ്യയിലും അസൂയയിലും കാലം കഴിക്കുന്നവരും ദ്വേഷിതരും അന്യോന്യം പകയ്ക്കുന്നവരും ആയിരുന്നുവല്ലോ. എന്നാൽ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ ദയയും മനുഷ്യപ്രീതിയും ഉദിച്ചപ്പോൾ അവൻ നമ്മെ നാം ചെയ്ത നീതിപ്രവൃത്തികളിലല്ല തൻ്റെ കരുണപ്രകാരമത്രേ രക്ഷിച്ചത്. നാം അവൻ്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശ പ്രകാരം നിത്യജീവൻ്റെ അവകാശികളായി തീരേണ്ടതിന് പുനർജനന സ്നാനം കൊണ്ടും നമ്മുടെ രക്ഷിതാവായ യേശു ക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിൻ്റെ നവീകരണം കൊണ്ടും തന്നെ. ഈ വചനം വിശ്വാസയോഗ്യം. ദൈവത്തിൽ വിശ്വസിച്ചവർ സൽപ്രവൃത്തികളിൽ ഉത്സാഹികളായിരിക്കാൻ കരുതേണ്ടതിന് നീ ഇത് ഉറപ്പിച്ച് പറയണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. ഇത് ശുഭവും മനുഷ്യർക്ക് ഉപകാരവും ആകുന്നു. ഇങ്ങനെ ഇവിടെ വേദഭാഗം അവസാനിക്കുന്നു. വിശുദ്ധ സുവിശേഷം വിശുദ്ധ യോഹന്നാൻ എഴുതിയ നമ്മുടെ കർത്താവായ യേശു മശിഹായുടെ വിശുദ്ധ സുവിശേഷം 3-ാം അധ്യായം 1-ാം വാക്യം മുതൽ 8-ാം വാക്യം വരെ. Gospel according to St. John chapter 3 verses 1 through 8. St. John chapter 3 verses comments from 1. Now there was a man of the Pharisees named Nicodemus, a member of the Jewish ruling council. He came to Jesus at night and said, Rabbi, we know you are the teacher and has come from God, for no one could perform the miraculous signs you are doing if God were not with him. In reply, Jesus declared, I tell you the truth. No one can see the kingdom of God unless he is born again. How can a man be born when he is old? Nicodemus asked. Surely he cannot enter a second time into his mother's womb to be born. Jesus answered, I tell you the truth. No one can enter the kingdom of God unless he is born of water and spirit. Flesh gives birth to flesh, but spirit gives birth to spirit. You should not be surprised at my saying, you must be born again. The wind blows wherever it pleases. You hear its sound, but you cannot tell where it comes from or where it is going. So it is with everyone born of the Spirit. Here ends the gospel reading. വചന ശുശ്രൂഷയ്ക്കുമ്പായി നമുക്ക് ചേർന്ന് ജ്ഞാനകീർത്തനങ്ങളിൽ നിന്നും 411-ാമത്തെ കീർത്തനം ചേർന്ന് പാടാം. ജ്ഞാനകീർത്തനങ്ങളിൽ നിന്നും 411-ാമത്തെ കീർത്തനം. കാഹളം മോചനം സ്വാതന്ത്ര്യം ദൈവത്തിൻ വിളംബരം മോചനം സ്വാതന്ത്ര്യം നാശമാക്കുമേവർക്കും ഭാഗ്യയോവൽ വത്സരം ഘോഷിപ്പേനെല്ലാടവും മോചനം സ്വാതന്ത്ര്യം ചൊല്ലുവേൻ കാരാഗൃഹേ മോചനം സ്വാതന്ത്ര്യം കേൾക്കുവേൻ ഹേ ബദ്ധരേ മോചനം സ്വാതന്ത്ര്യം ക്രൂശിന്മേൽ കാണുവേൻ
നിത്യമാമുദ്ധാരണം യേശുവോടു വാങ്ങുവീൻ മോചന സ്വാതന്ത്ര്യം. പ്രാർത്ഥിക്കാം. അനന്തമായി ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, അനുഗ്രഹീതമായ പ്രഭാത സമയത്തിനായി നന്ദിയോടെ ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. അല്പസമയം അവിടുത്തെ മാറ്റമില്ലാത്ത വചനത്തിന് മുമ്പിൽ ഞങ്ങൾ നിൽക്കുമ്പോൾ അവിടുന്ന് ഞങ്ങളോട് ഇടപെടുകയും ഹൃദ്യമായി ഞങ്ങളോട് സംസാരിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കും. അവിടുത്തെ കാൽവരി ക്രൂശിൻ്റെ മറവിലും തിരുസാന്നിധ്യത്തിൻ്റെ മറവിലും ഞങ്ങളെ മറയ്ക്കണം. അടിയൻ്റെ വായിലെ വാക്കുകളും ഞങ്ങൾ ഓരോരുത്തരുടെ ഹൃദയത്തിലെ ധ്യാനവും പ്രിയപിതാവേ അങ്ങേക്ക് ഹിതകരമായി തീരണമേ. ആമേൻ. ഇന്ന് പെന്തക്കോസ്തിന് പിമ്പ് 11-ാം ഞായറാഴ്ചയാണ്. ചിന്തയ്ക്ക് ആധാരമായി ദക്ഷിണേന്ത്യ സഭ നൽകിയിരിക്കുന്ന വിഷയം മാമോദിസ എന്ന കൂദാശ എന്നുള്ളതാണ്. ഒരുപക്ഷെ എല്ലാ വർഷങ്ങളിലും ഒരു ഞായറാഴ്ച വിവിധ കൂദാശകളെക്കുറിച്ച് നാം ധ്യാനിക്കാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായും ഒരു സംശയം നമ്മുടെ മനസ്സിൽ വരാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് എല്ലാ വർഷവും ഇങ്ങനെ ആവർത്തിച്ച് വിവിധ കൂദാശകളെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കേണ്ടത്? വീണ്ടും വീണ്ടും അടിസ്ഥാനങ്ങൾ ആവർത്തിച്ച് ഇടുന്ന ഒരു പ്രക്രിയയാണ്. അതോ മറ്റ് വിഷയങ്ങൾ ലഭിക്കാത്തതുകൊണ്ട്, എന്നാൽ ഓരോ വർഷവും ഇത് വീണ്ടും ആവർത്തിക്കാമെന്നുള്ള ചിന്ത കൊണ്ടാണ്? തീർച്ചയായിട്ടും അങ്ങനെയല്ല. സഭാപിതാക്കന്മാർ ആഴമായ ബോധ്യത്തോടും ചിന്തകളോടും കൂടിയാണ് എല്ലാ വർഷങ്ങളിലും ഇങ്ങനെ ആവർത്തിച്ച് പരിശുദ്ധ കൂദാശകളെക്കുറിച്ച് നാം ധ്യാനിക്കുന്നത്. കാരണം സഭയുടെ വിശ്വാസം ഇതാണ്: ഭൂമി സൂര്യനെ ചുറ്റുന്നത് പോലെ സഭ നീതി സൂര്യനായ ക്രിസ്തുവിനെ ചുറ്റി സഞ്ചരിക്കുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ ജീവിത അനുഭവങ്ങളിലൂടെ ഒരു വർഷം സഭ ചുറ്റിത്തിരിയുകയാണ്. അതുകൊണ്ടാണ് ആവർത്തിച്ച് യേശു ക്രിസ്തു കടന്നുപോയ ജീവിത അനുഭവങ്ങളിലൂടെ നാം ഒരു വർഷത്തിൽ കടന്നു പോകുന്നതും പിറ്റേ വർഷം അത് ആവർത്തിച്ച് വരുന്നതും. അടിസ്ഥാന പ്രമാണങ്ങളെ വീണ്ടും പഠിക്കലല്ല, മറിച്ച് നാം എന്തായിരുന്നു, നാം എവിടേക്കാണ് വിളിച്ചിരിക്കുന്നത്, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എന്താണ്, ഇത് ആവർത്തിച്ച് ചിന്തിച്ച് ഉറപ്പിച്ച് വീണ്ടും വീണ്ടും പുതുക്കപ്പെടുകയും അനുഗ്രഹീത ക്രിസ്ത്യ ജീവിതം നയിക്കുകയും ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. അതുകൊണ്ട് പരിശുദ്ധ മാമോദിസ എന്ന കൂദാശയെക്കുറിച്ച് ഈ പ്രഭാതത്തിൽ ധ്യാനിക്കുമ്പോൾ നാം ഓരോരുത്തരും ഒരിക്കൽ എടുത്ത ഒരു സ്നാനാനുഭവത്തെക്കുറിച്ചല്ല ധ്യാനിക്കുന്നത്, മറിച്ച് എവിടെ നിന്നാണ് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് ഞാൻ നിങ്ങൾ വിളിക്കപ്പെട്ടത്, എന്തിലേക്കാണ് ഞാൻ നിങ്ങൾ വിളിക്കപ്പെട്ടത്, എന്ത് ദൗത്യവുമായിട്ടാണ് എന്നെ നിങ്ങളെ വിളിച്ചിരിക്കുന്നത് എന്ന് ചിന്തിക്കാനും എവിടെയെങ്കിലും അതിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും യഥാസ്ഥാനപ്പെടുവാനും ക്രിസ്തുവിലേക്ക് മടങ്ങി വന്ന് അനുഗ്രഹീത ജീവിതം നയിക്കുക എന്നുള്ള ഉദ്ദേശത്തോടും കൂടിയാണ്. അതുകൊണ്ട് ഈ ഇന്നത്തെ ഈ ധ്യാനത്തിൽ ഇന്ന് വായിച്ചു കേട്ട പാഠഭാഗങ്ങളുടെ അടിസ്ഥാനത്തിലും അപ്പോസ്തലനായ പൗലോസ് തീത്തോസിന് എഴുതിയ ലേഖനത്തിൽ ഇന്ന് നാം വായിച്ച 3-ാം അധ്യായം 1 മുതൽ 8 വരെ 3 മുതൽ 8 വരെയുള്ള വാക്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ചില ചിന്തകൾ മാത്രം പങ്കുവയ്ക്കാം എന്ന് ആഗ്രഹിക്കുന്നു. ഒന്ന്, സ്നാനം എന്നെയും നിങ്ങളെയും ഓർപ്പിക്കുന്ന ഒന്ന് നാം എന്തായിരുന്നു എന്നുള്ളതാണ്. നമ്മുടെ സ്വത്വത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുന്ന അനുഭവമാണ് സ്നാനം എന്നുള്ളത്. ക്രിസ്തുവിലൂടെ വിളിക്കപ്പെടുന്നതിന് മുമ്പ് നമ്മുടെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളത് തിരിച്ചറിയാനുള്ള ഒരു ക്ഷണമാണ് ഓരോ സ്നാനചിന്തയും എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുന്നത്. തീത്തോസ് ഇപ്രകാരം പറയുന്നുണ്ട്: ഞാനും നിങ്ങളും ക്രിസ്തുവേശുവിൻ്റെ ദൈവകൃപ ഉദിച്ചപ്പോൾ പുനർജനന സ്നാനത്താൽ ക്രിസ്തുവിനോട് ചേർന്നവരാണ് എന്നുള്ളത്. അതിനു മുമ്പ് എന്തായിരുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ സഭയെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതിപ്രകാരമാണ്: ബുദ്ധികെട്ടവർ, അനുസരണമില്ലാത്തവർ, വഴിതെറ്റി നടന്നവർ, നാനാ മോഹങ്ങൾക്കും ഭോഗങ്ങൾക്കും അധീനരായി ജീവിച്ചവർ, ഈർഷ്യയിലും അശാന്തിയിലും അസമത്തിലും അസമാധാനത്തിലൊക്കെ ജീവിച്ചിരുന്ന മനുഷ്യരായിരുന്നു എന്നുള്ളതാണ്. ദൈവകൃപയാൽ എന്നെയും നിങ്ങളെയും അവിടുന്ന് കർത്താവ് വീണ്ടെടുത്ത് ക്രിസ്തുവിനോട് ചേർത്തു എന്നുള്ള വലിയ ചിന്തയാണ് പൗലോസ് അപ്പോസ്തലൻ സഭയെ ഓർമ്മിപ്പിക്കുന്നത്.
അതുകൊണ്ടാണ് റോമാസഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ സഭ ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നുണ്ട്: പാപം സംബന്ധിച്ച് മരിച്ചവരായ നാം ഇനി അതിലെങ്ങനെയാണ് ജീവിക്കുന്നത്? ക്രിസ്തുവേശുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുന്നതിലൂടെ അവനോട് ചേരുകയും അവൻ്റെ പുനരുത്ഥാനത്തിൽ പങ്കാളിത്തം വഹിക്കുകയും ചെയ്യുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ എന്തായിരുന്നു എന്നുള്ള ചിന്ത ദിനം പ്രതി എനിക്കും നിങ്ങൾക്കും ഉണ്ടാവേണം. ഇനി ആ അനുഭവത്തിലാണ് എങ്കിൽ തിരിച്ചു വരാനുള്ള ക്ഷണമാണ് ഈ സ്നാനത്തെക്കുറിച്ചുള്ള ചിന്ത എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുന്നത്. ഗലാത്യ ലേഖനം 2-ാം അധ്യായം 20-ാം വാക്യം വായിക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഗലാത്യ സഭയോട് ഇപ്രകാരം പറയുന്നുണ്ട്: ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവത്തെ എന്നിൽ ജീവിക്കുന്നത്. നാം ഓരോ വർഷത്തിലും മാമോദിസ എന്ന കൂദാശയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നാം എവിടെയായിരുന്നു, എന്തായിരുന്നു നമ്മുടെ അവസ്ഥ എന്ന് ചിന്തിക്കാനുള്ള ക്ഷണമാണ്. അവിടെ നിന്ന് എത്രത്തോളം ക്രിസ്തു ആഗ്രഹിക്കുന്ന അനുഭവത്തിലേക്ക് നാം വളർന്നു എന്നുള്ളതാണ് ഞാനും നിങ്ങളും ഈ പ്രഭാതത്തിൽ ചിന്തിക്കേണ്ടത്. എബ്രായ ലേഖനം 6-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ ഓരോ അടിസ്ഥാനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. സ്നാനം, മാനസാന്തരം, നിത്യശിക്ഷാവിധി, ഇങ്ങനെയുള്ള അടിസ്ഥാനങ്ങൾ വീണ്ടും വീണ്ടും ഇടുകയല്ല, മറിച്ച് ക്രിസ്തുവേശുവിലുള്ള പരിജ്ഞാനത്തിലേക്കുള്ള വളർച്ചയാണ് എന്നിൽ നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ജ്ഞാനസ്നാനം എന്ന ചിന്ത എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കേണ്ടത് എവിടെ നിന്ന് ഞാനും നിങ്ങളും വിളിച്ച് വേർതിരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. എങ്ങനെയായിരുന്നു നമ്മുടെ പഴയ കാലം എന്നുള്ളത്, ആ അനുഭവത്തിൽ നിന്ന് എത്രത്തോളം നമുക്ക് മുന്നോട്ട് വരാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്ന് ചിന്തിക്കണം. അഥവാ അതിന് കഴിയാതെ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടുന്ന് തിരിച്ചു വരുവാനുള്ള ക്ഷണമാണ് ഈ പ്രഭാതത്തിൽ പരിശുദ്ധ സ്നാനം എന്ന കൂദാശ എന്ന വിഷയം ചിന്തിക്കുമ്പോൾ എന്നെയും നിങ്ങളെയും ദൈവവചനം ഓർമ്മിപ്പിക്കുന്നത്. ക്രിസ്തുവേശുള്ള പരിജ്ഞാനത്തിലേക്കുള്ള വളർച്ച സാധ്യമാകുക എന്നുള്ളത്, നമ്മളെ തന്നെ സ്വയം ദൈവവചനത്തിൻ്റെ മുമ്പിൽ ഒന്ന് കാണാൻ കഴിയുക എന്നുള്ളതാണ്. 32-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ അവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, 2 അനുഭവങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ എന്നുള്ളത്. ഇവിടെ നമ്മുടെ ആദ്യ അനുഭവങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അവിടെ നിന്ന് വിളിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും എന്നുള്ളത്. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ സ്നാന അനുഭവത്തിലൂടെ ക്രിസ്തുവിൻ്റെ ശരീരത്തിലേക്ക് ചേർക്കപ്പെട്ട ഞാനും നിങ്ങളും എവിടെ നിൽക്കുന്നു എന്നുള്ള ചിന്ത എന്നെയും നിങ്ങളെയും ഭരിക്കണം. ഞാനും നിങ്ങളും എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായിരിക്കുന്ന വിഷയം. നമ്മളെ വിളിച്ച് വേർതിരിച്ച സ്ഥാനത്ത് നിന്ന് എത്ര മുന്നേറിയിട്ടുണ്ട് എന്നുള്ളത് പരമപ്രധാനമാണ്. അതുകൊണ്ട് സ്നാനം എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുന്ന ഒന്ന്, നമ്മളെ പുനർസങ്കല്പിക്കുക എന്നുള്ളത്. എൻ്റെയും നിങ്ങളുടെയും സ്വത്വത്തെ, എൻ്റെയും നിങ്ങളുടെയും സ്വയത്തെ ഒന്ന് പുനർസങ്കല്പിച്ച് സ്വയം കാണാനുള്ള ക്ഷണമാണ്. ആദ്യ അനുഭവങ്ങളിൽ തന്നെയാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ദൈവവചനം എന്നെയും നിങ്ങളെയും ക്ഷണിക്കുന്നത് അവിടെ നിന്ന് ഞാനും നിങ്ങളും ക്രിസ്തുയേശുവിനോട് ചേർക്കപ്പെട്ടവരാണ് ആ അനുഭവത്തിലേക്ക് വീണ്ടും വരുവാൻ. ക്രിസ്തുവേ, വീണ്ടും ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ എന്നുള്ള പ്രാർത്ഥനയോടെ അവൻ്റെ സന്നിധിയിലേക്ക് വരുവാനുള്ള ക്ഷണമാണ് ഈ പ്രഭാതത്തിൽ ദൈവവചനം എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുന്നത്. 2, നമ്മൾ വിളിച്ചിരിക്കുന്നത് എന്തിലേക്കാണ് എന്നുള്ള ചിന്ത. നമ്മുടെ സ്ഥാനം ഒന്ന് നിർണയിക്കാനുള്ള ക്ഷണമാണ് ഈ പ്രഭാതത്തിൽ സ്നാനാനുഭവം എനിക്കും നിങ്ങൾക്കും നൽകുന്നത്. യേശുക്രിസ്തുവിൻ്റെ ശരീരത്തോട് ചേർക്കപ്പെട്ട ഞാനും നിങ്ങളും എത്രത്തോളം ആഴത്തിൽ അവൻ്റെ ശരീരത്തോട് ചേർന്നിരിക്കുന്നു എന്ന് ചിന്തിക്കാനുള്ള സമയമാണ്. തീത്തോസിനോട് പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഇപ്രകാരം 3-ാം അധ്യായം 7-ാം വാക്യത്തിൽ, പരിശുദ്ധാത്മാവിൻ്റെ നവീകരണം കൊണ്ട് നവീകരിക്കപ്പെട്ട ജീവിതം നയിപ്പാൻ വിളിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും. സ്നാന അനുഭവത്തിലൂടെ എനിക്കും നിങ്ങൾക്കും ലഭിക്കുന്ന അനുഭവം പരിശുദ്ധാത്മാവിനാലുള്ള നവീകരണമാണ്. അനുസരണം കെട്ട് നടന്നിരുന്ന ഞാനും നിങ്ങളും, തിന്മയിൽ ജീവിച്ചിരുന്ന ഞാനും നിങ്ങളും, വിവിധ മോഹങ്ങൾക്കും ഭോഗങ്ങൾക്കും അധീനരായി ജീവിച്ചിരുന്ന ഞാനും നിങ്ങളും പരിശുദ്ധാത്മാവിനാൽ നവീകരിക്കപ്പെട്ട ഒരവസ്ഥയിലേക്ക് വിളിക്കപ്പെട്ട അനുഭവമാണ്. ആ വിളിയിലേക്കുള്ള ക്ഷണമാണ് ഈ സ്നാനാനുഭവത്തിലൂടെ എനിക്കും നിങ്ങൾക്കും ലഭിച്ചത്. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ ഞാനും നിങ്ങളും പരിശുദ്ധ സ്നാനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നാം എവിടെ നിൽക്കുന്നു എന്ന് പിന്തിരിഞ്ഞ് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായമാണ് ഇന്ന് 1-ാം പാഠമായി വായിച്ചു കേട്ട വേദഭാഗം. ഇവിടെ മിസ്രൈമിൽ നിന്നുള്ള യാത്രയാണ്. അഗ്നിത്തൂണായും മേഘത്തൂണായും ദൈവ സാന്നിധ്യത്തിൻ്റെ മറവിൽ
വാഗ്ദത്ത കനാനിലേക്കുള്ള യാത്രയാണ്. ഞാനും നിങ്ങളും സ്നാനാനുഭവത്തിലൂടെ വിളിച്ച് വേർതിരിക്കപ്പെട്ടത് ഈ അനുഭവത്തിൽ ജീവിക്കുന്നതിന് വേണ്ടിയാണ്. എന്നാൽ പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത് മിസ്രൈമിൻ്റെ അനുഭവത്തിൽ തന്നെ ജീവിക്കാനുള്ള ശ്രമമാണ് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൊരിന്ത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ 1 ലേഖനം 5-ാം അധ്യായം 7-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ സഭയോട് പറയുന്ന ഇപ്രകാരമാണ്: നമ്മുടെ പെസഹ കുഞ്ഞാട് മറക്കപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് പുളിച്ച മാവുകൾ കൊണ്ടല്ല, പുളിപ്പില്ലാത്ത മാവ് കൊണ്ട് നമ്മുടെ ഉത്സവം ആചരിക്കുക എന്നുള്ളതും. ഇത് പഴയ നിയമ ചിന്തയിൽ നിന്ന് വന്നിട്ടുള്ളൊരാശയമാണ്. മിസ്രൈമിൽ നിന്ന് വിടുവിക്കുന്ന രാത്രിയിൽ ദൈവം അവരോട് പറഞ്ഞ ഒന്ന് ഇതാണ്: ഇന്ന് രാത്രി മിസ്രൈമിൽ വെച്ച് പുളിപ്പിച്ച മാവൊക്കെയും നശിപ്പിച്ച് കളയണം. ഈ പുളിച്ച അനുഭവത്തിൽ ഇനി വാഗ്ദത്ത കനാനിലേക്ക് യാത്രയാകരുത് എന്നുള്ളത്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പുളിപ്പില്ലായ്മ കൊണ്ട് നമ്മുടെ ഉത്സവം ആചരിക്കണം എന്നുള്ളത്. നാം സ്നാനാനുഭവത്തിലൂടെ ഇപ്രകാരം പുളിച്ചതിനെയൊക്കെ ഒഴിവാക്കി യാത്ര പുറപ്പെട്ട മനുഷ്യരാണ്. ഈ പ്രഭാതത്തിൽ പരിശുദ്ധ സ്നാനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എങ്ങനെയിരിക്കുന്നു നമ്മുടെ ജീവിതമെന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. പിന്തിരിഞ്ഞു നോക്കി ജീവിക്കുന്ന മനുഷ്യരായി പലപ്പോഴും നാം ജീവിക്കുന്ന അനുഭവമുണ്ട്. വിട്ടുപോഞ്ഞതിനെ പിന്തിരിഞ്ഞ് ആഗ്രഹിക്കുന്ന മനുഷ്യർ. ഇസ്രായേൽ ജനത്തിൻ്റെ വലിയ ശാപം അതായിരുന്നു. അവർ മിസ്രൈമിൽ നിന്ന് വിട്ടുപോന്നിട്ടും പലപ്പോഴും മിസ്രൈമിൻ്റെ ചിന്തകൾ കൊണ്ട് ജീവിച്ച മനുഷ്യരാണ്. പിന്തിരിഞ്ഞു നോക്കി വാഗ്ദത്ത കനാലിലേക്ക് യാത്രയായ മനുഷ്യരാണ് ഇസ്രായേൽ ജനം. അതുകൊണ്ടാണ് മരുഭൂമിയിൽ വെച്ച് അവർ നശിച്ചു പോയത്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഒരിക്കലേ ഓർമ്മിപ്പിച്ചുള്ളൂ, ഓർത്തുകൊള്ളുവിൻ എന്നുള്ളത്. അതൊരു വ്യക്തിയാണ്. ലോത്തിൻ്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവിൻ. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായം 32-ാം വാക്യത്തിലാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഇപ്രകാരം തൻ്റെ ശിഷ്യന്മാരെ ഓർപ്പിച്ചത്: ലോത്തിൻ്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവിൻ. എന്താണ് ലോത്തിൻ്റെ ഭാര്യയ്ക്ക്? ലോത്തിൻ്റെ ഭാര്യയെ ദൈവദൂതന്മാർ സോദോമിൽ നിന്ന് കരം പിടിച്ച് കയറ്റി രക്ഷപ്പെടുത്തി ഓടിച്ചതാണ്. രക്ഷപ്പെടുത്തി വിട്ട സ്ത്രീ പിന്തിരിഞ്ഞു നോക്കി എന്നുള്ളതാണ്. താൻ വിട്ടിട്ട് പോകുന്ന സുഖ സൗകര്യങ്ങളെ, തൻ്റെ സമ്പത്തിനെയൊക്കെ അവൾ തിരിഞ്ഞു നോക്കി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞത്: ലോത്തിൻ്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവിൻ. പിന്തിരിഞ്ഞ് നോക്കി ഒരിക്കൽ വിട്ടതിനെ ആഗ്രഹിക്കുന്ന ആരും വാഗ്ദത്ത കനാൻ അനുഭവിക്കയില്ല എന്ന് ദൈവവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എബ്രായ ലേഖനം 12-ാം അധ്യായം 1-ാം വാക്യം: ആകയാൽ സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും മുറുകെ പിടിക്കുന്ന പാപവും ഇട്ട് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. എബ്രായ സഭയോട് പൗലോസ് ലേഖനം എഴുതിയ ലേഖനകർത്താവ് ഓർപ്പിക്കുന്ന കാര്യം ഇതാണ്: ഒരിക്കൽ വിട്ടുപോകുന്നതിനെ പിന്തിരിഞ്ഞ് പിടിക്കാൻ ശ്രമിക്കരുത്. ഒരിക്കൽ ഉപേക്ഷിച്ചതിനെ പിന്തിരിഞ്ഞ് പിടിക്കാൻ ശ്രമിക്കരുത്. പിമ്പിലുള്ളതിനെ മറന്ന് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും ഇട്ട് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. സ്നാനം എന്നെ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഒന്ന്, എന്നെ നിങ്ങളെ എന്തിലേക്ക് വിളിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഒരിക്കൽ വിട്ടതിനെ പിന്നെയും കാംക്ഷിക്കുന്നവരായിരിക്കുന്നെങ്കിൽ നാം മിസ്രൈമിനെ കാംക്ഷിക്കുന്ന മനുഷ്യരാണ്. പലപ്പോഴും ഇസ്രായേൽ ജനത്തിൻ്റെ പരാജയം അവർ മിസ്രൈമിൻ്റെ ഇറച്ചിക്കല്ലങ്ങളെയും മിസ്രൈമിലെ വത്തയ്ക്കായി മിസ്രൈമിലെ ഉള്ളിയെയും സ്നേഹിച്ച മനുഷ്യരാണ്. വാഗ്ദത്ത കനാനിലേക്ക് നടക്കുമ്പോഴും അവരുടെ ഉള്ളിൽ അവരുടെ ആഗ്രഹം മിസ്രൈമിൻ്റെ അനുഭവങ്ങളായിരുന്നു. പലപ്പോഴും നമ്മുടെ ജീവിതവും അങ്ങനെ തന്നെ. നാം ഈ സ്നാന അനുഭവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരിക്കൽ വിട്ട് കർത്താവിനോട് ചേർന്ന എനിക്ക് നിങ്ങൾക്കും ഈ കർത്താവിൻ്റെ ശരീരത്തോട് എത്രത്തോളം ആഴത്തിൽ വേരൂന്നി ജീവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ചിന്തിക്കാനുള്ള ക്ഷണമാണ് ഈ പ്രഭാതത്തിൽ ദൈവവചനം നൽകുന്നത്. അതുകൊണ്ട് നാം എവിടെയാണ് നിൽക്കുന്നത്? എത്രത്തോളം ആഴത്തിൽ ആത്മീകമായി ക്രിസ്തുവിൻ്റെ ശരീരത്തോട് ചേരുവാൻ എനിക്ക് നിങ്ങൾക്കും കഴിഞ്ഞിട്ടുണ്ട് എന്ന് ചിന്തിക്കാൻ കഴിയണം. മൂന്നാമത്, സ്നാനം എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുന്ന ഒന്ന് നമ്മുടെ സാക്ഷ്യം എപ്രകാരമാണ് എന്നുള്ളതാണ്. പരിശുദ്ധാത്മാവിനാൽ നവീകരിക്കപ്പെട്ട ജീവിതം നയിക്കുന്ന എനിക്ക് നിങ്ങൾക്കും ഒരു ദൗത്യമുണ്ട് എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. തീത്തോസിന് ലേഖനം എഴുതുമ്പോൾ 3-ാം അധ്യായം 8-ാം വാക്യത്തിൽ സൽപ്രവർത്തികൾക്കായി വിളിക്കപ്പെട്ടിരിക്കുന്നു ഞാനും നിങ്ങളും ക്രിസ്തുവിൻ്റെ ശരീരത്തിലേക്ക് ചേർക്കപ്പെട്ടിരിക്കുന്നത് പ്രത്യേക ഉദ്ദേശ ലക്ഷ്യങ്ങളോടെയാണ്, ഫലകരമായി ജീവിക്കുന്നതിന് വേണ്ടിയാണ്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം വായിക്കുമ്പോൾ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്നെ ശിഷ്യന്മാരോട് പറയുന്ന ഇപ്രകാരമാണ്: ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തത് നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനുമാണ്. നിങ്ങളെന്നെ തിരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ വിളിച്ചാക്കിയിരിക്കുന്നു.
എനിക്ക് നിങ്ങൾക്കും ഒരു ദൗത്യമുണ്ട്. ഈ ദൗത്യത്തെ ഓർമ്മിപ്പിക്കുന്ന ഒന്നാണ് പരിശുദ്ധ സ്നാനം എന്നുള്ളത്. ആത്മാവിനാൽ നവീകരിക്കപ്പെട്ട ഞാനും നിങ്ങളും ആത്മാവിൻ്റെ ഫലം കൊടുക്കുവാൻ ക്ഷണിക്കപ്പെട്ടവരും വിളിക്കപ്പെട്ടവരുമാണ്. അത് കൊടുക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും പരാജയമാണ് നമ്മുടെ ക്രൈസ്തവ ജീവിതം എന്ന് നാം മനസ്സിലാക്കണം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 8-ാം വാക്യത്തിൽ വീണ്ടും ജനനത്തെക്കുറിച്ച് നിക്കോദെമോസിനോട് പറയുന്നത് നാം വായിച്ചു കേട്ടു. നീ വീണ്ടും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണാനായിട്ട് കഴിയില്ല. എന്നാൽ ദൈവരാജ്യ അനുഭവത്തിലാണ് ജീവിക്കുന്നത് എന്നുള്ളതിൻ്റെ തെളിവെന്താണ്? ഒരു ഉദാഹരണമാണ് അവിടെ കർത്താവ് പറഞ്ഞത്. കാറ്റ് അടിക്കുന്നത് നീ കാണുന്നില്ല നിക്കോദെമോസേ, അത് എവിടെ നിന്ന് വരുന്നു എന്ന് നീ അറിയുന്നില്ല, എവിടേക്ക് പോകുന്നു എന്ന് നീ അറിയുന്നില്ല. എന്നാൽ കാറ്റുണ്ട് എന്ന് നീ അറിയുന്നുണ്ട്. അതെങ്ങനെയാണ്? അത് ഈ ഇലച്ചാർത്തലുകൾ ചലിക്കുന്നത് കാണുമ്പോഴാണ്. ആത്മാവിൻ്റെ ഫലങ്ങൾ കൊണ്ടാണ് നീ വീണ്ടും ജനിച്ചവനാണോ അല്ലയോ എന്ന് തിരിച്ചറിയുന്നത്. ആത്മാവിൻ്റെ ഫലങ്ങളെ കൊടുക്കാൻ ഞാനും നിങ്ങളും ക്ഷണിക്കപ്പെട്ടവരാണ്, വിളിക്കപ്പെട്ടവരാണ്. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 22-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ആത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ വിശദീകരിച്ചിരിക്കുന്നു. ആത്മാവിൻ്റെ ഫലങ്ങളോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജനം, ഈ വകയ്ക്ക് വിരോധമായി യാതൊരു ന്യായപ്രമാണവുമില്ല എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആത്മാവിൻ്റെ ഫലങ്ങൾ ഇതൊക്കെയാണ്. സ്നേഹവും സമാധാനവും സന്തോഷവും അനുഭവിക്കാനും മറ്റുള്ളവർക്ക് പങ്കുവെക്കാനും ചെയ്യുന്ന അനുഭവമാണ് ആത്മാവിൻ്റെ ഫലങ്ങൾ. ഈ ഫലങ്ങളെ നമുക്ക് കൊടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മുടെ സ്നാനാനുഭവം വ്യർത്ഥമാണ് എന്ന് നാം മനസ്സിലാക്കണം. സ്നാനമല്ല ക്രിസ്ത്യ ജീവിതത്തിൽ പ്രസക്തമായിരിക്കുന്നത്, സ്നാനാനന്തര ജീവിതമാണ്. സ്നാനത്തിൻ്റെ ഫലങ്ങളെ നമുക്ക് കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ അർത്ഥശൂന്യമാണ് നമ്മുടെ ജീവിതം എന്ന് നമ്മൾ ഓർക്കണം. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് 2-ാം ലേഖനം എഴുതുമ്പോൾ 2-ാം അധ്യായം 15-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട്: ഞങ്ങൾ കർത്താവിൻ്റെ സുഗന്ധമാകുന്നു, സൗരഭ്യവാസനയാകുന്നു. നശിച്ചു പോകുന്നവരുടെ ഇടയിലും രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും ഞങ്ങൾ ക്രിസ്തുവിൻ്റെ സൗരഭ്യ വാസനയാകുന്നു. ക്രിസ്തുവിൻ്റെ സുഗന്ധം പരത്തുന്നവരാകുന്നു ഞങ്ങൾ എന്നുള്ളത്. എങ്ങനെയാണ് ഈ സുഗന്ധം പരത്തുക? നാം ആരോട് ചേർന്ന് ജീവിക്കുന്നു എന്നുള്ളതാണ് ഈ നാം കൊടുക്കുന്ന സുഖത്തിൻ്റെ അർത്ഥം. എനിക്ക് നിങ്ങൾക്കും കർത്താവിൻ്റെ സുഗന്ധമായി മാറാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായിരിക്കുന്നത്. എക്യുമെനിക്കൽ കാഴ്ചപ്പാടിൽ സ്നാനം എന്നുള്ളത് കർത്താവിൻ്റെ സാക്ഷ്യമാണ്. ഈ പ്രഭാതത്തിൽ പരിശുദ്ധ സ്നാനത്തെക്കുറിച്ച് ഞാനും നിങ്ങളും ചിന്തിക്കുമ്പോൾ നമുക്ക് കർത്താവിൻ്റെ സുഗന്ധമായി തീരുവാൻ, നശിച്ചു പോകുന്ന മനുഷ്യരുടെ ഇടയിൽ കർത്താവിൻ്റെ സുഗന്ധം പരത്തുന്ന സുഗന്ധത്തിൻ്റെ ഉറവിടങ്ങളായി തീരാൻ കഴിയുന്നുണ്ടെങ്കിൽ, രക്ഷിക്കപ്പെടുന്ന മനുഷ്യരുടെ ഇടയിൽ കർത്താവിൻ്റെ സുഗന്ധം പരത്തുന്ന ആത്മാവിൻ്റെ ഫലങ്ങളെ കൊടുക്കുന്ന മനുഷ്യരായി തീരാൻ കഴിയുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും സംഗതമായിരിക്കുന്ന അനുഭവം. പ്രിയമുള്ളവരെ, ഈ പ്രഭാതത്തിൽ പരിശുദ്ധ സ്നാനത്തെക്കുറിച്ച് നാം ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ഫലകരമായി ജീവിക്കാൻ ഞാനും നിങ്ങളും ക്ഷണിക്കപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മുടെ ദൗത്യം എത്രത്തോളം നമുക്ക് വിജയകരമായി നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ചിന്തിക്കാൻ കഴിയണം. ഫലകരമായി നമുക്ക് ജീവിക്കാൻ കഴിയുന്നു. ഈ പ്രഭാതത്തിൽ നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാൻ കഴിയണം. കർത്താവെ, നിങ്ങൾ പരാജയപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഫലകരമായി ജീവിക്കാനുള്ള ദൈവകൃപ ഞങ്ങൾക്ക് തരണം, അതിനെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാനായിട്ട് കഴിയണം. 3 കാര്യങ്ങളാണ് സ്നാനാനുഭവത്തിൽ ദൈവവചനം നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്. ഒന്ന്, നാം എവിടെയായിരുന്നു എന്നുള്ളതാണ്. അന്ധകാരത്തിലായിരുന്ന എൻ്റെയും നിങ്ങളെയും കർത്താവ് വീണ്ടെടുത്ത് അവൻ്റെ ശരീരത്തോട് ചേർത്ത അനുഭവമാണ്. അതുകൊണ്ട് ആ അനുഭവത്തിൽ നിന്ന് വിട്ട അനുഭവത്തിൽ ജീവിക്കാനാണ് ഞാനും നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. സ്നാനാനുഭവം രണ്ടാമത് പരിശുദ്ധാത്മാവിലുള്ള നവീകരിക്കപ്പെട്ട ജീവിതമാണ്. വിട്ടതിന് വീണ്ടും വീണ്ടും കാംക്ഷിക്കാതെ മുമ്പിലേക്ക് ക്രിസ്തുയേശുവിൻ്റെ വിരുദ്ധനായി ഓടാനുള്ള ക്ഷണമാണ്. അതുകൊണ്ട് ഒരിക്കൽ വിട്ടതിനെ കാംക്ഷിക്കാതെ ക്രിസ്തുയേശുവിനെ ലക്ഷ്യം വെച്ച് മുന്നേറുവാൻ എനിക്ക് നിങ്ങൾക്ക് കഴിയണം. 3, ഇത് ദൗത്യത്തിലേക്കുള്ളൊരു വിളിയാണ്. ക്രിസ്തുവിനായി ഫലകരമായി ജീവിപ്പാൻ എനിക്ക് നിങ്ങൾക്ക് കഴിയണം. ആത്മാവിൻ്റെ ഫലങ്ങളെ കൊടുത്തുകൊണ്ട് സൽപ്രവൃത്തികളിൽ പൂർണ്ണരായി ജീവിക്കാൻ കഴിയുമെങ്കിൽ അതാണ് സ്നാനാനുഭവം നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്നത്. അപ്രകാരം ഒരു ജീവിതം ഉണ്ടാകുവാൻ വലിയവനായ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അപ്രകാരം നമുക്ക് ജീവിക്കാൻ കഴിയണമെങ്കിൽ ധന്യമായി തീരും നമ്മുടെ ജീവിതം. അതിന് വലിയവനായ ദൈവം ഈ പ്രഭാതത്തിൽ എന്നെ നിങ്ങളെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ. നമുക്കെല്ലാവർക്കും നമ്മുടെ വിശ്വാസം അപ്പോസ്തല വിശ്വാസ പ്രമാണത്തിൻ്റെ വാക്കുകളിൽ കൂടി ചേർന്ന് ചൊല്ലാം. സർവശക്തപിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടാവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു.
പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയയിൽ ഉത്പാദിക്കപ്പെട്ട് ജനിച്ച് പൊന്തിയോസ് പിലാത്തോസിന്മേൽ കഷ്ടപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി, മൂന്നാം ദിവസം മരിച്ചവരിൽ പിന്നെ ഉയർത്തെഴുന്നേറ്റു. സ്വർഗ്ഗത്തിലേക്ക് കയറി സർവ്വശക്തനായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് അവർ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ സഭയിലും വിശുദ്ധമായ സംസ്കൃതത്തിലും പാപമോചനത്തിലും ശരീരത്തിലും ആനന്ദദാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ സമയത്ത് അനൗൺസ്മെൻറ്റ്സ്. വിശുദ്ധ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊള്ളും. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും രാവിലെ 6:45 മോർണിംഗ് മ്യൂസിങ്സ് എന്ന ഒരു പ്രഭാത കാല ധ്യാനം നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുവല്ലോ. തുടർന്നും അത് ശ്രമിക്കുവാനും പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാനും നിങ്ങൾ ശ്രമിക്കുമല്ലോ. ബുധനാഴ്ച രാവിലെ 10:30 വുമൻസ് ഫെലോഷിപ്പിൻ്റെ നേതൃത്വത്തിലുള്ള വേദ പഠനം ഓൺലൈനായി നടത്തപ്പെടുന്നതാണ്. അതിൻ്റെ ഓൺലൈൻ ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കും. അതിൽ പങ്കെടുക്കുവാൻ എല്ലാ അംഗങ്ങളും പ്രത്യേകമായി ശ്രമിക്കേണ്ടതാണ്. വിമൻസ് ഫെലോഷിപ്പിൻ്റെ നേതൃത്വത്തിൽ സൂം മീറ്റിംഗ്, ഒരു പ്രെയർ പ്രോഗ്രാം വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് നടത്തപ്പെടുന്നു. എല്ലാ സ്ത്രീജന സഖ്യാംഗങ്ങളും അതിൽ പങ്കെടുക്കേണ്ടതാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഫാമിലി കെയർ ഫെലോഷിപ്പിൻ്റെയും ഏരിയ പ്രെയർ ഫെലോഷിപ്പിൻ്റെയും നേതൃത്വത്തിൽ ഒരു ചെയിൻ ഓഫ് പ്രെയർ സംഘടിപ്പിച്ചിരുന്നു. പങ്കെടുത്ത എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അതിനുവേണ്ട ക്രമീകരണങ്ങൾ ചെയ്ത് എല്ലാവരെയും അനുമോദിക്കുകയും ചെയ്യുന്നു. ഓഗസ്റ്റ് മാസം 15-ാം തീയതി യൂത്ത് ഫെലോഷിപ്പിൻ്റെ നേതൃത്വത്തിൽ വൈകുന്നേരം 6:30 ഒരു സൂം പ്രെയർ മീറ്റിംഗ് നടത്തപ്പെട്ടു. നമ്മുടെ യുവജന സംഘത്തിലെ അംഗമായ ഡോക്ടർ ക്രിസ്റ്റീൻ എം തോമസ് വേദവചന ധ്യാനം നിർവഹിച്ചു. ദൈവം എല്ലാ യുവജനങ്ങളെയും അനുഗ്രഹിക്കട്ടെ, ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ മാനിക്കട്ടെ എന്ന് പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നു. നമ്മുടെ സഭാജനങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ, ഓഫർട്രി തുടങ്ങിയവ ദേവാലയത്തിലേക്ക് നൽകുന്നതിന് ഇപ്പോൾ അവസരമുണ്ട്. നമ്മുടെ ദേവാലയത്തിലെ അക്കൗണ്ടിലേക്ക് അത് നിങ്ങൾക്ക് ഇപ്പോൾ നൽകാവുന്നതാണ്. ദേവാലയത്തെയും അതിൻ്റെ പ്രവർത്തനങ്ങളെയും പ്രത്യേകമായി നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഈ സമയത്ത് ഓർക്കുമല്ലോ. വിശദ വിവരങ്ങൾക്ക് ദേവാലയത്തിലെ ഓഫീസുമായി ബന്ധപ്പെടുവാൻ ശ്രമിക്കുക. നമ്മുടെ സഭയിലെ ഗായക സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ആവശ്യത്തിലിരിക്കുന്നവരെ സഹായിക്കുവാൻ കഴിഞ്ഞ ആഴ്ചകളിൽ സാധിച്ചു. അതിൽ പങ്കെടുത്ത, അതിൽ സഹകരിച്ച എല്ലാ അംഗങ്ങളെയും പ്രത്യേകിച്ച് അനുമോദിക്കുന്നു. എല്ലാവർക്കും വേണ്ടി പ്രത്യേകിച്ചും പ്രാർത്ഥിക്കുന്നു. അപ്രകാരം നമുക്ക് ചുറ്റുമുള്ളവരെ ഈ വിഷമഘട്ടത്തിൽ കരുതുവാൻ തുടർന്നും ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. ഒരിക്കൽ കൂടി ഈ വിശുദ്ധാരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് വീണ്ടും തങ്ങളെ വണക്കാം. കർത്താവ് നിങ്ങളോടുകൂടി ഇരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ക്രിസ്തുവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. പിതാവേ, നിന്റെ നാമം സ്വീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടകാലികൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങൾ ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ.
ഇന്നത്തേക്കുള്ള പ്രത്യേക അപേക്ഷ: ഓഗസ്റ്റ് 16-ാം തീയതി ഞായറാഴ്ച, പെന്തക്കോസ്തിന് മുൻപ് 11-ാം ഞായർ. കൃപാലുവായ ദൈവമേ, അവിടുത്തെ ദയയാലും നന്മയാലും പരിശുദ്ധാത്മാവിന്റെ പുതുക്കത്താലും രൂപാന്തരത്താലും ഞങ്ങളെ വീണ്ടെടുത്തിരിക്കുന്ന ദൈവം അവിടുന്ന് ആകുന്നുവല്ലോ. വെള്ളത്തിനാലും ആത്മാവിനാലും വീണ്ടും ജനിക്കണമെന്ന ബോധ്യത്തെ ഞങ്ങൾക്ക് നൽകി സഹായിക്കണമേ. അങ്ങനെ ദൈവരാജ്യത്തിലുള്ള നിത്യജീവനെ കുറിച്ചുള്ള പ്രത്യാശ ഞങ്ങൾക്ക് നൽകണമേ. പിതാവിനോടും പുത്രനോടും കൂടെ ഏകദൈവമായി കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. സമാധാനത്തിന് വേണ്ടിയുള്ള അപേക്ഷ: സമാധാനത്തിന്റെ കർത്താവും ഐക്യമത്യത്തിൽ ഇഷ്ടപ്പെടുന്നവനുമായ ദൈവമേ, ഞങ്ങൾ നിന്നെ അറിയുന്നതിൽ ഞങ്ങൾ നിത്യജീവൻ ഇരിക്കുന്നു. നിന്നെ സേവിക്കുന്നത് പൂർണ്ണ സ്വാതന്ത്ര്യമാകുന്നു. നിന്റെ സംരക്ഷണത്തിൽ ഞങ്ങൾ ഉറപ്പോടെ ആശ്രയിച്ച് ഞങ്ങൾ യാതൊരു പ്രതിയോഗികളുടെയും ശക്തിയെ ഭയപ്പെടാതിരിക്കുവാനായിട്ട് ഞങ്ങളുടെ ശത്രുക്കളുടെ ആക്രമണങ്ങളിലൊക്കെയും നിന്റെ താഴ്മയായുള്ള ദാസരായ ഞങ്ങളെ ഞങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ബലം മൂലം കാത്തുകൊള്ളണമേ. കൃപയ്ക്കായിട്ടുള്ള അപേക്ഷ: സർവശക്തനായ കർത്താവേ, നിത്യദൈവമേ, നിന്റെ മഹാശക്തിയുള്ള സംരക്ഷണം കൊണ്ട് ഞങ്ങൾ ഇവിടെയും എന്നേക്കും ശരീരത്തിലും ആത്മാവിലും പാലിക്കപ്പെടേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളെയും ശരീരങ്ങളെയും നിന്റെ പ്രമാണങ്ങളിലും വഴികളിലും നിന്റെ കൽപ്പനകൾക്ക് ചേർന്ന ക്രിയകളിലും നടത്തി ശുദ്ധീകരിച്ച് ഭരിപ്പാൻ ഇഷ്ടം തോന്നണമെന്ന് ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് തലകളെ വണക്കാം. നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം. പ്രത്യേകിച്ച് ഇന്നത്തെ ലോക സാഹചര്യത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ലോകം മുഴുവൻ വലിയ ഒരു വേദനയിലേക്ക് നീങ്ങുന്ന സാഹചര്യത്തിൽ ദൈവമേ, അവിടുന്ന് മനസ്സലിയണമേ, ആശ്വസിപ്പിക്കണമേ എന്ന് അപേക്ഷിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തെ ഓർക്കാം, നമ്മുടെ സംസ്ഥാനത്തെ ഓർക്കാം, നാം ആയിരിക്കുന്ന ഇടങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. കർത്താവേ, വലിയ ഒരു വിപത്തിലേക്ക് അവിടുന്ന് ലോകത്തെ നയിക്കരുതേ. ആവശ്യമായ സമാധാനവും ആശ്വാസവും ഞങ്ങൾക്ക് ഏവർക്കും പ്രദാനം ചെയ്യണമേ എന്ന് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. പ്രത്യേകിച്ച് വിവിധ ഇടങ്ങളിൽ പ്രവർത്തിക്കുന്നവരെ ഓർക്കാം. ആതുരാലയങ്ങളിൽ പ്രവർത്തിക്കുന്നവരെ, ഡോക്ടേഴ്സ്, നഴ്സസ്, വിവിധ സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരെ, സാമൂഹ്യ പ്രവർത്തകരെ എന്നിവരെല്ലാം ദൈവകരങ്ങളെ സമർപ്പിക്കാം. നമ്മുടെ പ്രവർത്തനങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കർത്താവെ, കരുതണമേ എന്ന് ദൈവത്തോട് അപേക്ഷിക്കാം. നമ്മുടെ സഭയെ ഓർക്കാം, നമ്മുടെ മഹായിടവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ പ്രവർത്തകരെയും ഓർക്കാം. നേതൃത്വം വഹിക്കുന്ന വിവിധ തിരുമേനിയെയും എല്ലാ ഓഫീസ് ബെയറേഴ്സിനെയും ഓർക്കാം. അച്ഛന്മാരെ, സിസ്റ്റേഴ്സ്, മിഷണറീസ്, വിവിധ സഭാപ്രവർത്തകർ എന്നിവരെല്ലാവരും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ ദൈവാലയത്തെ ഓർക്കാം. ഓരോ കുടുംബങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ടാകുന്നതിന് ദൈവമേ, അവിടുന്ന് സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. നഷ്ടപ്പെട്ടു പോകുവാൻ കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കരുതേ എന്ന് ദൈവത്തോട് അപേക്ഷിക്കാം. നമ്മുടെ എല്ലാ സംഘടനകളെ ഓർക്കാം. അതിൻ്റെ പ്രവർത്തനങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യാം. ഈ നാളുകളിൽ വിവിധ സാഹചര്യങ്ങളിലിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ നമ്മുടെ സംഘടനകളിൽ കൂടി സഹായിക്കുന്നവർക്കും ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സൺഡേ സ്കൂൾ ഗായക സംഘം, വിമൻസ് ഫെലോഷിപ്പ്, പുവർ ഫീഡിംഗ്, ഫാമിലി കെയർ, ഏരിയ പ്രയർ കോർഡിനേറ്റേഴ്സ് എന്നിവരെല്ലാം ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. കമ്മിറ്റി അംഗങ്ങളെ ഓർക്കാം. നമ്മുടെ മാതാപിതാക്കളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. വാർദ്ധക്യത്തിലെ ക്ഷീണാവസ്ഥയിലുമായിരിക്കുന്നവരുണ്ട്. ഉള്ളം കയ്യിൽ കർത്താവെ വഹിക്കണമേ എന്ന് അപേക്ഷിക്കാം. കൊച്ചു കുഞ്ഞുങ്ങളെ ഓർക്കാം. നഷ്ടപ്പെട്ടു പോകാനിടയാകരുതേ എന്നപേക്ഷിക്കാം. രോഗത്തിലും ദുഃഖത്തിലുമായിരിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ആശുപത്രിയിൽ അഭയം പ്രാപിച്ചിരിക്കുന്നവരുണ്ട്. കർത്താവേ, അവിടുത്തെ സൗഖ്യമാക്കുന്ന കരം അവരോട് കൂടി ഇരിക്കണമേ.
അവർക്ക് ആവശ്യമാകുന്ന ധൈര്യം, ശക്തിയും മനസ്സിന് ഉറപ്പും അവിടുന്ന് നൽകണമേ എന്ന് ദൈവത്തോട് അപേക്ഷിക്കാം. കഴിഞ്ഞ ആഴ്ചയിൽ പിറന്നാൾ വിവാഹ വാർഷികം ആഘോഷിച്ചവരെ ദൈവങ്ങളിലേക്ക് സമർപ്പിക്കാം. അവരുടെ പുതിയ ഒരു വർഷക്കാലത്തെ യാത്രകൾ ദൈവം അനുഗ്രഹിക്കുന്നതിന് വേണ്ടി, മാനിക്കുന്നതിന് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കാം. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെയും ദൈവമാകെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം. പ്രാർത്ഥനയ്ക്കായിട്ട് ലിത്വാനികളിൽ രണ്ടാമത്തെ ലിത്വാന നമുക്ക് ഉപയോഗിക്കാം. ഓരോ അപേക്ഷയുടെ മുന്നാലെ കർത്താവേ കരുണയുണ്ടാകണമേ എന്ന് ഏറ്റുപറയാം. കർത്താവേ കരുണയുണ്ടാകണമെന്ന് ഏറ്റുപറയാം. മേൽന്നുള്ള സമാധാനത്തിന് വേണ്ടിയും നമ്മുടെ ആത്മാക്കൾ രക്ഷയ്ക്കും വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ കരുണയുണ്ടാകണമേ. ലോകസമാധാനത്തിന് വേണ്ടിയും ദൈവത്തിൻ്റെ വിശുദ്ധ സഭയുടെ ക്ഷേമത്തിനു വേണ്ടിയും സകല മനുഷ്യരുടെയും ഐക്യത്തിനു വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ കരുണയുണ്ടാകണമേ. സഭാമേൽധ്യക്ഷന്മാർക്ക് വേണ്ടിയും എല്ലാ ശുശ്രൂഷകർക്ക് വേണ്ടിയും വിശേഷാൽ നമ്മുടെ മോഡർക്ക് വേണ്ടിയും ഉത്തരേന്ത്യ സഭയുടെ മോഡർക്ക് വേണ്ടിയും മാർത്തോമാ സഭയുടെ മെത്രാപ്പോലത്തേക്ക് വേണ്ടിയും റൈറ്റ് റവറൻഡ് ബിയൻസൺ നമ്മുടെ ബിഷപ്പിന് വേണ്ടിയും അവർ ശുദ്ധഹൃദയത്തോടും നല്ല മനസാക്ഷിയോടും കൂടെ തങ്ങളുടെ ശുശ്രൂഷയെ നിവർത്തിക്കേണ്ടതിനും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ കരുണയുണ്ടാകണമേ. നമ്മുടെ രാജ്യത്തെ എല്ലാ ഭരണകർത്താക്കൾക്ക് വേണ്ടിയും അധികാരത്തിലുള്ള മറ്റെല്ലാവർക്കു വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ കരുണയുണ്ടാകണമേ. രോഗികൾക്കും കഷ്ടപ്പെടുന്നവർക്കും ദുഃഖിതർക്കും മരിക്കാറായവർക്കും വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ കരുണയുണ്ടാകണമേ. അഗതികൾക്കും വിശന്നിരിക്കുന്നവർക്കും അനാഥർക്കും വിധവമാർക്കും പീഡ അനുഭവിക്കുന്നവർക്കും വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ കരുണയുണ്ടാകണമേ. അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മെ വിളിച്ചവൻ്റെ സദ്ഗുണങ്ങൾ ഘോഷിക്കുവാൻ തക്കവണ്ണം നമുക്ക് വേണ്ടിയും ക്രിസ്തുവിൻ നാമം ഏറ്റുപറയുന്ന ഏവർക്കു വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ കരുണയുണ്ടാകണമേ. ഈ ഭൂമിയിൽ ദൈവത്തെ സേവിച്ച് ഇപ്പോൾ വിശ്രമിക്കുന്ന എല്ലാ ദൈവഭൃത്യന്മാരോടും കൂടെ തൻ്റെ അന്തമില്ലാത്ത സന്തോഷത്തിൻ്റെ പൂർണ്ണതയിലേക്ക് പ്രവേശിക്കുന്നതിനായി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ കരുണയുണ്ടാകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ കർത്താവേ, നിന്റെ ആത്മാവ് ശരീരമാകുന്ന സഭയെ മുഴുവനും ഭരിച്ച് ശുദ്ധീകരിക്കുന്നുവല്ലോ. നിന്റെ വിശുദ്ധ സഭയിലെ എല്ലാ വിധത്തിലുമുള്ള ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കഴിക്കുന്ന അപേക്ഷകളും പ്രാർത്ഥനകളും കൈക്കൊള്ളണമേ. അതിലുള്ള ഓരോരുത്തരും അവനവൻ്റെ വിളിയിലും ശുശ്രൂഷയിലും നിന്നെ സത്യത്തോടും ഭക്തിയോടും സേവിക്കേണ്ടതിന് ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തു മൂലം ഞങ്ങളോട് കൃപയരുളേണമേ. നമ്മുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും ദൈവമുമ്പാകെ സമർപ്പിച്ചിരിക്കുന്ന ഈ സമയത്ത്
വീണ്ടും നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കുന്നതിനായി പൊതുവിലുള്ള സ്തോത്ര പ്രാർത്ഥന നമുക്ക് ഉപയോഗിക്കാം. പൊതുവിലുള്ള സ്തോത്ര പ്രാർത്ഥന. സർവശക്തനായ ദൈവമേ, സകലങ്ങളുടെയും പിതാവേ, അയോഗ്യരോടും സകല മനുഷ്യരോടും നിനക്കുള്ള സമർപ്പണയ്ക്കായിട്ടും ആർദ്രകർമ്മയ്ക്കായിട്ടും ഞങ്ങൾ നിനക്ക് മഹാവിനവും മനഃപൂർവ്വമായുള്ള സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിലെ സകല അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയും രാജ്യങ്ങളായി ഞങ്ങളുടെ ക്രിസ്തു മൂലം ലോകത്തെ വേണ്ടിയും കൃപാവഴിക്ക് വേണ്ടിയും മഹത്വത്തിന്റെ ആശയ്ക്ക് വേണ്ടിയും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ വായ്കൂടാതെ നന്ദിയുള്ളവരായിരിക്കുന്നതിനും നിന്നെ സേവിക്കുന്നതിന് ഞങ്ങളെ ഏൽപ്പിച്ച ഞങ്ങളൊക്കെയും വിശുദ്ധിയോടും നീതിയോടും നിന്റെ മുമ്പാകെ നടന്ന് അങ്ങനെ ഞങ്ങളുടെ മണ്ണ് മാത്രമല്ല ഞങ്ങളുടെ തലപ്പിലും നിന്റെ സ്തുതിയും നിന്റെ ബോധം ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങളുടെ യേശു മൂലം ഞങ്ങളോട് അപേക്ഷിക്കുന്നു. അവിടുന്ന് നിനക്കും പരിശുദ്ധാത്മാവിനും സർവ്വബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കണമേ. സർവശക്തിയുള്ള ദൈവമേ, ഈ സമയത്ത് മനസ്സോടെ ഞങ്ങൾ പൊതുവായ അപേക്ഷകളെ കഴിപ്പാൻ നീ ഞങ്ങൾക്ക് കൃപ തന്നിരിക്കുന്നു. 2-3 പേർ നിന്റെ നാമത്തിൽ കൂടുമ്പോൾ അവരുടെ അപേക്ഷകൾ പ്രകാരം നൽകുമെന്ന വാഗ്ദത്തവും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ കർത്താവേ, നിന്റെ അടിയാരുടെ ആഗ്രഹങ്ങളെയും അപേക്ഷകളെയും ഞങ്ങൾക്ക് ഏറ്റവും ഉപകാരമാകുമെന്ന് നിവൃത്തി വരുത്തി ഇഹലോകത്തിൽ സത്യത്തിൻ്റെ പരിജ്ഞാനവും പരലോകത്തിൽ നിത്യജീവനും ഞങ്ങൾക്ക് തരേണമേ. ഈ സമയത്ത് നമുക്ക് ചേർന്ന് പാടുന്നതിനായി ജ്ഞാനകീർത്തനങ്ങളിൽ 368 കീർത്തനം നമുക്ക് പാടാം. ജ്ഞാനകീർത്തനങ്ങൾ 368, കറസ്പോണ്ടിങ് ഇംഗ്ലീഷ് ഹിം 152. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വന്തം പുത്രനെ ആദരിക്കാതെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തരികയും
അവനോടുകൂടെ സകലവും സൗജന്യമായി നൽകുകയും ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ ഞങ്ങളുടെ ദേഹം കൊണ്ടും ദേഹി കൊണ്ടും ആത്മാവ് കൊണ്ടും സത്യമായും സ്വതന്ത്രമായും സേവിക്കുകയും എൻ്റെ സേവയങ്ങളെ പൂർണ്ണ സന്തോഷവും ആനന്ദവും കണ്ടെത്തുകയും ചെയ്യേണ്ടതിനും ഞങ്ങളെ നിനക്ക് ഏൽപ്പിച്ചു തരുവാൻ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപയരുളേണമേ. ഒടുവിൽ വിശ്വാസമുള്ള ഹൃദയങ്ങളോടെ കർത്താവിൻ്റെ ആശീർവാദം കൈക്കൊള്ളുവിൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. കർത്താവ് തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളുടെ കൃപയുള്ളവനാകട്ടെ. കർത്താവ് തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ആ ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും വാഴ്വുകളും പ്രിയമുള്ളവരെ നിങ്ങളുടെ ഉണ്ടായി ഇന്നും എന്നേക്കും കാലാവസാനം കൂടാതെ കർത്താവിൻ്റെ വരവരുണ്ടായിരിക്കുമാറാകട്ടെ. ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി. എന്റെ യേശു എത്ര നല്ലവൻ, അവനിൽ നിന്നും മതിയായവൻ. എന്റെ യേശു എത്ര നല്ലവൻ, അവനിൽ നിന്നും മതിയായവൻ. എന്റെ പാപഭാരമെല്ലാം തന്റെ ചുമലിൽ ഏറ്റുകൊണ്ട് എനിക്കായി കുരിശിൽ മരിച്ചോ. എന്റെ യേശു എത്ര നല്ലവൻ, എനിക്കായി കുരിശിൽ മരിച്ചോ. എന്റെ യേശു എത്ര നല്ലവൻ. ഒടുവിലായി നമുക്കെല്ലാവർക്കും ചേർന്ന് ജ്ഞാനകീർത്തനങ്ങളിൽ നിന്നും 441 കീർത്തനം ചേർന്ന് പാടാം. ജ്ഞാനകീർത്തനങ്ങളിൽ നിന്നും 441 കീർത്തനം, കറസ്പോണ്ടിങ് ഇംഗ്ലീഷ് ഹിം നമ്പർ 174, ഹിം നമ്പർ 174. Take the name of Jesus with you, child of sorrow and of woe. It will joy and comfort give you. Take it then wherever you go. Precious name, oh how sweet, hope of earth and hope of heaven. Precious name, oh how sweet, hope of earth and joy of heaven. Take the name of Jesus ever as a shield from every snare. If temptations round you gather, breathe that holy name in prayer. Precious name, oh how sweet, hope of earth and joy of heaven. Precious name, oh
sweet, sweet hope of earth and joy of heaven. കർത്താവ് നിങ്ങളോട് കൂടിയിരിക്കട്ടെ. ആത്മാവോട് കൂടിയും നമുക്ക് സമാധാനത്തോടെ പോകാം. കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.